നമസ്കാരം. കശ്മീരിലെ ഷോപ്പിയാൻ ഒരു കാലത്ത് തീവ്രവാദി ആക്രമണങ്ങളുടെ കഥകൾ മാത്രം പറയുന്നൊരു സ്ഥലമായിരുന്നു. എന്നാൽ ഇന്ന് അവിടെ നിന്നും വരുന്ന വാർത്ത വളരെ അത്ഭുതകരം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. നിബിഡ വനത്തിനുള്ളിൽ ഒരു ഹനുമാൻ ക്ഷേത്രത്തിൻ്റെ അവശേഷിപ്പുകൾ കണ്ടെത്തിയിരിക്കുകയാണ് പ്രദേശവാസികൾ. ക്ഷേത്രത്തിൻ്റെ അവശിഷ്ടങ്ങൾ കാടിനുള്ളിലെ പാറകളിൽ ഹിന്ദു ദൈവങ്ങളുടെ രൂപങ്ങൾ കൊത്തിവെച്ച നിലയിലാണ് കണ്ടെത്തിയിരിക്കുന്നത്. പുരാതന കാലത്തെ ഒരു ഹനുമാൻ ക്ഷേത്രമാണ് ആരാധിച്ചു വരുന്ന ഹിന്ദുക്കൾ ആരാധിച്ചു വന്ന രീതിയിലുള്ള എല്ലാവിധ ക്ഷേത്ര മാതൃകയിലുള്ള ഒരു ക്ഷേത്രം തന്നെയാണ്. ക്ഷേത്രത്തിൻ്റെ അവശിഷ്ടങ്ങൾ തന്നെയാണ്, അവശേഷിപ്പുകൾ തന്നെയാണ് കണ്ടെത്തിയിരിക്കുന്നത്. പ്രദേശവാസികളാണ് ഇത്തരത്തിലൊരു ക്ഷേത്രത്തിൻ്റെ അവശേഷിപ്പുകൾ കണ്ടെത്തിയിരിക്കുന്നത്. കാൽനടയായി മാത്രമേ ഇവിടെ എത്താൻ സാധിക്കുകയുള്ളൂ. പ്രദേശവാസികളും സാഹസിക യാത്രികരുമായ ചിലരാണ് ഇത്തരത്തിൽ ക്ഷേത്രത്തിൻ്റെ അവശേഷിപ്പുകൾ കണ്ടെത്തിയിരിക്കുന്നത്. സ്ഥലത്ത് പുരാവസ്തു വകുപ്പിൻ്റെ ആളുകളും മറ്റ് ചരിത്രപരമായ കാര്യങ്ങൾ അന്വേഷിക്കുന്ന ചരിത്രകാരന്മാരും സാംസ്കാരിക വകുപ്പ് ഉദ്യോഗസ്ഥരും ആ തലത്തിലുള്ള ആളുകളൊക്കെ തന്നെ എത്തിയിട്ടുണ്ട്. എന്തായാലും ഈ വനമേഖലയ്ക്കുള്ളിൽ ഇത്തരമൊരു ക്ഷേത്രം കണ്ടെത്തിയത് വളരെ അത്ഭുതകരം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. നമ്മുടെ ഭാരതീയ സംസ്കാരത്തിൻ്റെ അവശേഷിപ്പുകൾ ഇങ്ങനെ ഓരോന്നായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. ഒരു കാലത്ത് തീവ്രവാദികൾ തമ്പടിച്ചു വന്നിരുന്ന ഒരു സ്ഥലമായിരുന്നു പ്രത്യേകിച്ച് ഈ നിബിഡ വനങ്ങൾ. കൃത്യമായും നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഇടപെടൽ കൊണ്ട് മാത്രം ഇപ്പോൾ കാശ്മീർ ശാന്തമാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം നമ്മുടെ ചരിത്ര അവശേഷിപ്പുകൾ കണ്ടെത്താനും അത് പുറം ലോകത്തെ എത്തിക്കാനും ഇത്തരം ചില സന്ദർശകരുടെ ഇടപെടൽ കൂടി ഉണ്ടാവുന്നത് നമ്മുടെ കശ്മീരിൽ ഇപ്പോൾ സമാധാനം പുനഃസ്ഥാപിക്കപ്പെട്ടതിൻ്റെ ഭാഗം കൂടിയാണ്. എന്തായാലും ഹനുമാൻ ക്ഷേത്രമാണ് എന്ന വിലയിരുത്തലിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. അവിടെ ഒരു ഹനുമാൻ ക്ഷേത്രം ഉണ്ടായിരുന്നു. ആ ഹനുമാൻ ക്ഷേത്രം കൂടുതൽ ഊർജ്ജസ്വലതയോടെ കൂടുതൽ ഉയർന്നു വരും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.